എന്റെ ഗായ്സ് അത് കഴിഞ്ഞ പാടെ എനിക്ക് അടുത്ത പണി അമ്മ തന്നിട്ടുണ്ട്. ചക്ക പറിക്കാനാണ് പറഞ്ഞത്. എന്റെ ഗായ്സ് ഒന്നും പറയണ്ട, ഒരു പൊട്ട തോട്ടിയുണ്ട്, പൊട്ട അരിവയുണ്ട്. അത് വെച്ചിട്ട് എനിക്കറിയില്ല എന്റെ ഗായ്സ്, നമ്മുടെ തോട്ടി ഫുള്ള് തെന്നി കളിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്ത് ചെയ്താലും പറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് ഗായ്സ് നമ്മുടെ തോട്ടി പറഞ്ഞ് ചക്കയിലിരുന്നു. തോട്ടിയല്ല കേട്ടോ, നമ്മുടെ അരിവ പറഞ്ഞ് ചക്കയിലിരിക്കുകയും ചെയ്തു, തോട്ടി തിളച്ച് വീഴുകയും ചെയ്തു കേട്ടോ ഗായ്സ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈവനിങ് ആയപ്പോഴാണ് ഗായ്സ് നമ്മൾ ചക്ക പറിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് മമ്മ വേറെ തോട്ടിയും കൊണ്ടൊക്കെ ഉന്തി നോക്കി, ചക്ക അനങ്ങുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ കയ്യും തലയൊക്കെ കൂടി വേദന എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വേറൊരു തോട്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ തോട്ടിയിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഗായ്സ്, ഇതിനകത്ത് അരുവയ്ക്കെങ്കിലും മൂർച്ച ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പം നമ്മളിതാ അടുത്ത ചക്ക പറിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞാൻ ധൈര്യം സംഭരിച്ചതാ ചക്കയിലേക്ക് നമ്മൾ കൊളുത്തിയിട്ടിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ചക്ക പറിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചക്ക എന്തായാലും വീഴ്ത്തിയിട്ട് നമ്മൾ പോവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക വീണു ഗായ്സ്. യെസ്, അങ്ങനെ ടാർഗറ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കി.